പാലക്കാടിന്റെ വാർത്താവിശേഷവും സാംസ്കാരിക വൈവിധ്യവും ഉൾക്കൊണ്ട ജില്ലയിൽ ആകാശവാണിയുടെ FM സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ. രാജ്യത്ത് പുതിയതായി 91 FM സ്റ്റേഷൻ അനുവദിച്ചപ്പോഴും 12 വർഷം മുമ്പ് അംഗീകാരം ലഭിച്ച പാലക്കാട് FM സ്റ്റേഷന് അനുമതി നൽകിയില്ലെന്നും റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുരളീധരൻ വി ചേരാമംഗലം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിനോദത്തിനും വിജ്ഞാനത്തിനും ഇന്നും ഭൂരിപക്ഷം പേരും ആശ്രയിക്കുന്നത് റേഡിയോയാണ്. യുദ്ധവും അധികാര കൈമാറ്റവും ഉൾപ്പെടെ ചരിത്രപരമായ തീരുമാനങ്ങൾ ജനങ്ങൾ അറിഞ്ഞത് റേഡിയോയിലൂടെയാണ്. ദുരന്ത സമയങ്ങളിൽ മൊബൈൽ ടവറുകൾ തകരാറിലായപ്പോഴെല്ലാം ജനങ്ങൾക്ക് മുന്നൊരുക്കവും അറിവും ലഭിക്കാനിടയാക്കിയത് റേഡിയോയാണ്. ദൂരദർശന്റെ ഭൂതല സംപ്രേഷണങ്ങൾ അവസാനിപ്പിച്ചപ്പോഴും റേഡിയോ നിലയങ്ങൾ അടച്ചുപൂട്ടിയില്ല. പ്രധാനമന്ത്രി മാൻ കി ബാത്ത് റേഡിയോയിലൂടെ ആക്കിയത് ഇതിന്റെ പ്രാധാന്യം കൊണ്ടാണ്. കാഴ്ച പരിമിതർക്കും ഹിന്ദി ഉൾപ്പെടെ ഭാഷാ പ്രാവീണ്യം നേടാൻ ആഗ്രഹിക്കുന്നവർക്കും റേഡിയോ ആശ്വാസവും അനുഗ്രഹവുമാണ്. ജില്ലയുടെ സാഹിത്യ സാംസ്കാരിക കാർഷിക സ്ഥിതികൾ പരിഗണിച്ച് റേഡിയോ നിലയം ആവശ്യമാണ്. റേഡിയോ നിലയം നേടിയെടുക്കുവാനായി ജനുവരി 18-ന് പാലക്കാട് KSTA ഹാളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ആകാശവാണിയുടെ റേഡിയോ സ്റ്റേഷൻ ഇല്ലാത്ത 2 ജില്ലകളുണ്ട്. ഒന്ന് പാലക്കാടും ഒന്ന് കോട്ടയവുമാണ്. പക്ഷെ കോട്ടയത്തോട് ചേർന്നുള്ള ജില്ലകൾ, അതായത് എറണാകുളത്ത്, കൊച്ചി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ശക്തിയേറിയ പ്രക്ഷേപണങ്ങളിൽ നിന്നുള്ള പ്രക്ഷേപണം കിട്ടുന്നതുകൊണ്ട് അവർക്കിതൊരു വിഷയമല്ല. എന്നാൽ പാലക്കാട് നമുക്കിതൊരു വിഷയമാണ്. നമുക്ക് ശരിക്കും പരിപാടികൾ കിട്ടുന്നില്ല. പാലക്കാടിൻ്റെ അതിർത്തികളിൽ മഞ്ചേരി FM-ൽ നിന്നുള്ള കുറച്ച് പരിപാടികളും, തൃശ്ശൂർ ആകാശവാണിയുടെ കുറച്ച് പരിപാടികളും, അതുപോലെ കൊച്ചിയിൽ നിന്നുള്ള കുറച്ച് പരിപാടികളും കിട്ടുന്നുണ്ട്. പക്ഷേ സമഗ്രമായിട്ട് പരിപാടികൾ കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പാലക്കാട് ജില്ലയിൽ ഒരു ആകാശവാണി സ്റ്റേഷൻ വേണമെന്ന് വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 25 വർഷമായി ഒരു സിൽവർ ജൂബിലിയിലേക്ക് കടക്കുകയാണ് നമ്മുടെ ആവശ്യം. പാലക്കാട് ജില്ലക്കാർ അത്ര മോശക്കാരാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. നമുക്ക് പാലക്കാട്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ വിഭാഗീയതയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരല്ല. പറഞ്ഞല്ലോ, എല്ലാ ജില്ലകളിലുള്ള സംഘടനയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്ന എല്ലാ സംഘടനകളും. കാഴ്ചപരിമിതി സംഘടനാ ഭാരവാഹികളായ ചന്ദ്രമോഹൻ, RK ഷെരീഫ്, അസോസിയേഷൻ ഭാരവാഹികളായ അശോക് കുമാർ, രാജേന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.